ശസ്ത്രക്രിയയ്ക്കിടെ ഗൈഡ് വയർ കുടുങ്ങിയ സുമയ്യയെ ഇന്ന് വിദഗ്ധ സംഘം പരിശോധിക്കും. ആൻജിയോഗ്രാം മാതൃകയിലുള്ള പരിശോധനയാണ് നടത്തുക. അതുവഴി ഗൈഡ് വയറിന്റെ കൃത്യമായ സ്ഥാനം നിർണ്ണയിച്ച് പുറത്തെടുക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കും. പുറത്തെടുക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ പിന്നാലെ അത്തരം നടപടികളിലേക്ക് കടക്കും. പക്ഷേ ഇപ്പോഴും വിദഗ്ധ സമിതി പറയുന്നത് അത് പുറത്തെടുക്കുന്നത് ഗൈഡ് വയർ പുറത്തെടുക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെയാണ്. പക്ഷേ ആ വാദത്തോട് സുമയ്യ അംഗീകരിക്കാൻ തയ്യാറായില്ല, യോജിക്കാൻ തയ്യാറായില്ല. സമരത്തിലേക്ക് ഉൾപ്പെടെ കടക്കുമെന്ന് പറഞ്ഞ പശ്ചാത്തലത്തിലാണ് വീണ്ടും ഒരു പരിശോധന നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇന്നലെയാണ് ആശുപത്രിയിലേക്ക് സുമയ്യയെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് വീണ്ടും പരിശോധന നടത്തും. പരിശോധനയിൽ ഒരു ആൻജിയോഗ്രാം മാതൃകയിലുള്ള പരിശോധനയാണ്, അതിന് അതേ സ്വഭാവത്തിലുള്ള പരിശോധന നടത്തുകയാണ്. അതുവഴി ഈ ഗൈഡ് വയറിന്റെ സ്ഥാനം ആദ്യം നിർണ്ണയിക്കും. അതിന് പിന്നാലെ അത് പുറത്തെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടിയാലോചന നടത്തും. അതിനുശേഷം അത് പുറത്തെടുക്കാൻ കഴിയില്ലെങ്കിൽ അക്കാര്യം ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്, സുമയ്യയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാന ദൗത്യം. അതല്ലെങ്കിൽ അത് പുറത്തെടുക്കേണ്ടി വരുന്നൊരു സ്ഥിതി ഉണ്ടാകും. ഏതെങ്കിലും സാധ്യതയുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എങ്കിൽ മാത്രമേ അത് പുറത്തെടുക്കാൻ കഴിയൂ. കാരണം സുമയ്യ വാശി പിടിച്ചാൽ പോലും അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും മറ്റ് കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്താൽ അത് പിന്നാലെ വലിയ വിവാദമാകുമെന്നുള്ളതും ആരോഗ്യവകുപ്പ് കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് പരമാവധി അതിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അതല്ലെങ്കിൽ പ്രശ്നങ്ങളില്ലാതെ ഗൈഡ് വയർ പുറത്തെടുക്കുക എന്നൊരു നിലപാടാണ് നിലവിൽ ആരോഗ്യവകുപ്പിനുള്ളത്. അതിന്റെ ഭാഗമായാണ് വിദഗ്ധ സമിതി നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട പലതവണ യോഗം ചേർന്നതിന് ശേഷം സുമയ്യയെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു. അത് തൃപ്തിയാകാത്തത് കൊണ്ടാണ് നിലവിൽ ഇത്തരത്തിലൊരു പരിശോധനയിലേക്ക് കടക്കുന്നത്. ഇന്ന് പരിശോധിച്ച് ഏതെങ്കിലും നിലയിൽ ആ ഗൈഡ് വയർ പുറത്തെടുക്കാൻ കഴിയുന്നൊരു സാധ്യതയുണ്ടെങ്കിൽ അത് വളരെ വേഗത്തിൽ തന്നെ പുറത്തെടുക്കാനുള്ള ശ്രമം നടത്തും. അത് ഒട്ടും വൈകാതെ തന്നെ പുറത്തെടുക്കാനും ആരോഗ്യ വിദഗ്ധരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുറത്തെടുക്കാനുള്ള ശ്രമമാകും നടത്തുക. നിലവിൽ എന്തായാലും ഈ ഗൈഡ് വയർ പുറത്തെടുത്താലും ഇല്ലെങ്കിലും സർക്കാർ ജോലി നൽകണമെന്നൊരു ആവശ്യം സുമയ്യയും കുടുംബവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് മെഡിക്കൽ സമരം ഉൾപ്പെടെ ആരംഭിക്കുമെന്നുള്ളതാണ് നിലവിൽ സുമയ്യയുടെ നിലപാട്.